ഇന്ന് നമുക്ക് എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാതെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി പഴുത്ത 3 മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ഒരു പാൻ ചൂടായതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ പഴം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. പഴം നമുക്ക് ഒരുപാട് അങ്ങ് ഉടച്ചെടുക്കൊന്നും വേണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി. ഇതുപോലെ വാട്ടിയെടുത്തതിന് ശേഷം നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതേ പാനിലേക്ക് തന്നെ 250 കപ്പിന് 1/2 കപ്പ് റോസ്റ്റഡ് സേമിയ ഇട്ട് കൊടുക്കാം. ഇനി 250 കപ്പിന് 1 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. സേമിയ ഒരുപാട് അങ്ങ് വെന്തൊടേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു പാകത്തിനുള്ള വേവായി കിട്ടിയാൽ മതി. അങ്ങനെ ഇതാ സേമിയ നമുക്കിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് 1/4 കപ്പും കൂടെ പാലൊഴിച്ച് കൊടുക്കണം. ഈ സേമിയ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓഫാക്കിയതിന് ശേഷം 1/4 കപ്പ് പാലൊഴിച്ച് കൊടുക്കുന്നത്. ഇത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി മിക്സിയുടെ ജാറിലേക്ക് 3 മുട്ട പൊട്ടിച്ചത് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് മറ്റൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ചെടുത്ത സേമിയ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കണം. കൂടെ വാട്ടിയെടുത്ത പഴവും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതുപോലെ ഇഡ്ഡലിത്തട്ടിൽ അല്പം നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓരോ കുഴിയിലും കൂട്ടി ഇതുപോലെ കുറേശ്ശെ അങ്ങ് ഒഴിച്ച് കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് ആവിയിൽ മീഡിയം ഫ്ലെയിമിൽ ഒരു 5-6 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ അങ്ങ് റെഡിയാക്കി എടുക്കാം. അങ്ങനെ ഇതാ നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ സ്നാക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.